നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പം ഭയങ്കര പുവറാണ് ഗൈസ്. ഇപ്പം നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഡ്രസ്സും പിന്നെ നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട് ഗൈസ്. ഈ ഫോണും പിന്നെ ഇതാണ് നമ്മുടെ കയ്യിൽ ഉള്ള ഈ സൈക്കിളും മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മളിപ്പം ഇന്നത്തെ ദിവസം ഇന്ന് ഫുള്ള് റിച്ച് ആവാൻ പോവാണ് ഗൈസ്. ഈ ഒരു ദിവസത്തിൽ നിന്ന് നമുക്ക് റിച്ച് ആവാം ഗൈസ്. എന്നുവെച്ചാൽ നല്ല വീടും നല്ലൊരു ജോലിയും നല്ലൊരു ബൈക്കും നല്ലൊരു കാറും ഒക്കെ വേണം ഗൈസ്. അപ്പം നമുക്ക് അതിനുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പം ഇവിടെ ഒരു ജോലി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൽ എന്തോ ജോലി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ പഴയ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി ഗൈസ്. ഇതാണ് ഗൈസ് ആ ബിൽഡിങ്. ഇപ്പൊ നമുക്കൊന്ന് നടത്തി പോയി നോക്കാം ഗൈസ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇത്രയും ഗൺസും ഉണ്ട് ഗൈസ്. ഇത്രയും ആണ് ഗൈസ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ പോയി ജോലിയൊക്കെ തപ്പി തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അവർ പറഞ്ഞത് നാളെ രാവിലത്തേക്ക് വരാനാണ് ഗൈസ്. അപ്പം നമുക്ക് നാളെ രാവിലെ വരാം. നമ്മളിപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ മറ്റേ വണ്ടിയൊക്കെ മോഷ്ടിക്കുമായിരുന്നു ഗൈസ്. നമ്മൾ പാവമായതുകൊണ്ട് വണ്ടിയൊന്നും മോഷ്ടിക്കാറില്ല ഗൈസ്. ഓക്കെ, സൈക്കിളും കൊണ്ടൊന്ന് സ്റ്റണ്ട് ചെയ്ത് നോക്കാം. ഓ മൈ ഗോഡ്, ഗൈസ് ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം ഗൈസ്. അങ്ങനെ ഫൈനലി ഇന്ന് രാവിലെ ആയിട്ടുണ്ട്. പുതിയ ദിവസമായിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് പിന്നെ ആ ബിൽഡിങ്ങിലോട്ട് പോവാം. ആ ബിൽഡിങ് ഇവിടെ എവിടെയോ ആയിരുന്നു ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ്, ഈ ബിൽഡിങ് തന്നെ ഗൈസ്. ഈ ബിൽഡിങ്ങിലോട്ട് നമുക്ക് ഒന്നും കൂടെ പോവാം. അപ്പം ഇന്ന് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് എങ്ങാനും കിട്ടുമായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് അത് ഇട്ടുകൊണ്ട് വരാം ഗൈസ്. ഞാൻ ജോലിക്ക് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. 3, 2, 1 ഗൈസ്. അങ്ങനെ നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടിയേക്കാണ് ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിന്. അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഇതാണ് ഗൈസ് നമ്മുടെ ഡ്രസ്സ്. ഓക്കെ, നമുക്ക് ഷർട്ടൊക്കെ മാറ്റാൻ പറ്റും ഗൈസ്. ഇതാണ് നമ്മുടെ യൂണിഫോം. എന്ത് അല്ല, ഒരു പട്ടാളക്കാരൻ്റെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ യൂണിഫോം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇരിക്കുന്നത്. സൈഡൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം പോയിട്ടൊരു നല്ല കാറോ ബൈക്കോ എടുത്തുകൊണ്ട് വരാം ഗൈസ്. കാറും ബൈക്കും ഒക്കെ കിട്ടുന്ന സ്ഥലം എനിക്ക് നന്നായിട്ട് അറിയാം ഗൈസ്. അപ്പം നമുക്ക് കാറും ബൈക്കും എടുക്കുന്ന സ്ഥലത്തോട്ട് പോവാം. ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അവനൊക്കെ ഇടിച്ച് തളർത്തിയിട്ടേ ഞാൻ വീട്ടുള്ളതാണ് ഗൈസ്. പക്ഷെ ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്ക് ഭാഗ്യം. നമ്മുടെ പണ്ടത്തെ വീടിൻ്റെ അടുത്താണ് ഗൈസ്.
ഓക്കെ, ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഇതായിരുന്നു ഗൈസ് നമ്മുടെ പണ്ടത്തെ വീട്. അപ്പം ഇവിടാണ് ഗൈസ് ഈ കാറും ബൈക്കും ഒക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ പുതിയൊരു കാർ എടുക്കട്ടെ ഗൈസ്. നമ്മുടെ ഈ സൈക്കിള് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം ഗൈസ് അപ്പം നമ്മുടെ കാർ ഇതാണ്ട് ഇവിടെ റെഡിയാണെന്നാണ് ഗൈസ് പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ കാറ് ഗൈസ്, ഇത് നമ്മുടെ ഫോർച്യൂണർ അല്ലേ ഗൈസ്? എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ വീട്ടിൽ കിടന്ന ഒരു കാറുണ്ടാകുന്നുണ്ട് ഗൈസ്, അതാണെന്ന് തോന്നുന്നത്. അപ്പം നമുക്ക് ഇത് ഒന്നും കൂടെ മാറ്റിയിട്ട് ഞാൻ നല്ല കാർ എടുക്കട്ടെ ഗൈസ്. ഒരു ബൈക്ക് എടുക്കാം ഗൈസ്. ഞാനൊരു നിഞ്ച അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ പോയിട്ട് വരാം ഗൈസ്. 3, 2, 1 ഗോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പുതിയ ബൈക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊരു കാറും കൂടെ വേണം ഗൈസ്. ഇവിടെ കാർ കിട്ടത്തില്ല, എല്ലാ സ്റ്റോക്കുള്ള കാറും എല്ലാം തീർന്നു ഗൈസ്. പിന്നെ ആ ഫോർച്യൂണർ അത് നമ്മുടെ എല്ലായിരുന്നു ഗൈസ്, വേറെ ഒരാളുടെ ആയിരുന്നു. അപ്പം നമുക്ക് മറ്റേ നമ്മുടെ ജോലിക്ക് പോയിട്ട് ഇച്ചിരി കൂടെ പൈസ ഉണ്ടാക്കിയിട്ട് വേറൊരു കാർ ഷോറൂം കൂടി പോവാം ഗൈസ്. ഓക്കേ ഗൈസ്, നമ്മുടെ ബൈക്കൊന്നും ഇടിച്ചാൽ അത് കുഴപ്പമില്ല ഗൈസ്. അപ്പം നമ്മൾ പണ്ടത്തെ പോലെ തന്നെയാണ്, നമ്മൾ പോവുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരും ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ഒരു വീട് ഞാൻ കണ്ടുവച്ചായിരുന്നു ഗൈസ്. ആ വീട് നമുക്കങ്ങ് മേടിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കൂടെ വരാം ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ വീട്. അപ്പം ഞാൻ ഈ വീട് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞാൻ വീട് ഫ്രാങ്ക്ലിൻ സെക്കൻഡ് ഹൗസ് എന്ന് പറഞ്ഞ് കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഫൈനലി നമ്മുടെ വീട് ഇതാ റെഡി ആയിരിക്കുന്നു. അപ്പം പിന്നെ സെക്കൻഡ് പാർട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. ഇതേപോലെ കൂടുതലായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ മറക്കരുത്. പിന്നെ മാക്സിമം ഷെയറും കൂടെ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.